മൂവാറ്റുപുഴ മാറാടിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് തുടങ്ങുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം ഷാപ്പ് തുറക്കുമെന്നറിഞ്ഞ സ്ത്രീകളും കുട്ടികളുമടക്കം പ്രതിഷേധവുമായി ഷാപ്പിന് മുന്നിലെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഷാപ്പ് തുറക്കാതെ ഉടമ മടങ്ങുകയും ചെയ്തു. മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ജനവാസ മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന കള്ളുഷാപ്പിനെതിരെയാണ് പ്രദേശവാസികളുടെ സമരം. കഴിഞ്ഞ ദിവസം ഷാപ്പുടമ കള്ളളക്കാനെത്തുമെന്നറിഞ്ഞതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി എത്തി. പോലീസ് സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചെങ്കിലും പ്രതിഷേധം അവസാനിച്ചില്ല. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഷാപ്പുടമ എത്തുമെന്നറിയിച്ചിരുന്നത്. എന്നാൽ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് തുടങ്ങാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് മാറാടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്ത് അധികൃതരും പ്രദേശവാസികളും ഷാപ്പുടമയുമായി മുമ്പ് ചർച്ച നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. കോടതിയിലെ ഓർഡർ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മുടെ ഇവിടുത്തെ പരാതിക്കാരുടെ അവകാശങ്ങൾ കൂടി വ്യക്തമായിട്ട് ഈ കോർട്ട് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ പരാതി കൊടുക്കുകയും തീരുമാനമെടുക്കാനുള്ള അവസരം കൊടുക്കുകയും വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവിടെ ഇതിൽ വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് ഇവിടെ ഈ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എക്സൈസ് കമ്മീഷണർ, മന്ത്രി, അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ തീരുമാനം വരെ ഇവിടെ തുടങ്ങരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ജനകീയ ആവശ്യം. മണ്ണെണ്ണ ഉൾപ്പെടെ കയ്യിൽ കരുതിയാണ് സ്ത്രീകളടക്കമുള്ളവർ ഷാപ്പിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ജനവാസ മേഖലയിൽ ഷാപ്പ് തുറന്നാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ജനം, കൊച്ചി.